ലോക മാതൃഭാഷാ ദിനം എന്ന്. ലോക മാതൃഭാഷാ ദിനം എന്നാണ്. ഫെബ്രുവരി 21-നാണ് ലോക മാതൃഭാഷാ ദിനം. 2025 25-ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ലോക മാതൃഭാഷാ ദിനം എങ്ങനെ അങ്ങനൊരു ദിനം നമുക്ക് വന്നു എന്ന് ചോദിച്ചാൽ 1952 ബംഗ്ലാദേശിൽ ബംഗാളി ഭാഷയുടെ അവകാശത്തിനായിട്ട് വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ പോലീസ് വെടിവയ്പ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൻ്റെ സ്മരണാർത്ഥം 1999 യുനെസ്കോ ഫെബ്രുവരി 21 എന്തായി അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കാനായിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഭാഷയുടെ വൈവിധ്യം, ഭാഷയുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ബോധമുളവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്താകമാനം ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. 2025 ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ലാംഗ്വേജസ് മാറ്റർ സിൽവർ ജൂബിലി സെലിബ്രേഷൻ. 2025 ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ലാംഗ്വേജസ് മാറ്റർ സിൽവർ ജൂബിലി സെലിബ്രേഷൻ. ഇന്ത്യയിലെ പുതുതായി അംഗീകരിക്കപ്പെട്ട താറാവിനത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യയിലെ പുതുതായി അംഗീകരിക്കപ്പെട്ട താറാവിനത്തിൻ്റെ പേരാണ് ത്രിപുരേശ്വരി. ത്രിപുര സംസ്ഥാനത്തെ തദ്ദേശീയ താറാവിനം ദേശീയ അംഗീകാരം ലഭിച്ച പുതിയ ഇനമാണ്. ത്രിപുര സംസ്ഥാനത്തെ തദ്ദേശീയ താറാവിനമാണ്, അതിനാണ് ദേശീയ അംഗീകാരം ലഭിച്ച ഏറ്റവും പുതിയ താറാവിനം. കേരളം ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഗുജറാത്ത് മോഡൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? കേരളം ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഗുജറാത്ത് മോഡൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം വഴി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും സാങ്കേതികവിദ്യ സമന്വയിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സമീപനം. തുടർച്ചയായ 3-ാം ആഴ്ചയും ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം ഉയർന്ന് എത്രയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? തുടർച്ചയായി 3-ാം ആഴ്ചയും ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ നിക്ഷേപം എത്രയായി ഉയർന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 638.26 ബില്യനായിട്ടാണ് ഉയർന്നിട്ടുള്ളത്. 638.26 ബില്യൺ. രാജ്യത്തും സ്വന്തം പാർട്ടിയിലും അനഭിമതനായി തീർന്നതിനെ തുടർന്ന് രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രി. രാജ്യത്തും സ്വന്തം പാർട്ടിയിലും അനഭിമതനായി തീർന്നതിനെ തുടർന്ന് രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. ഫെബ്രുവരി 16 മുതൽ 17 വരെ ഒമാനിലെ മസ്കറ്റിൽ നടന്ന ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിന് ഏത് പതിപ്പാണുള്ളത്? ഫെബ്രുവരി 16 മുതൽ 17 വരെ ഒമാനിലെ മസ്കറ്റിൽ നടന്നത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൻ്റെ എത്രാമത്തെ പതിപ്പാണ്, അല്ലെങ്കിൽ ഏത് പതിപ്പാണ് വെച്ചാൽ 8ാമത്തെ. 78ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡുകളിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത്? 78ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡുകളിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് കോൺക്ലേവ്. 2025 ഫെബ്രുവരി 14 ആയുഷ്മാൻ ഭാരത് വയവന്ദന പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എവിടെയാണ്? 2025 ഫെബ്രുവരി 14 ആയുഷ്മാൻ ഭാരത് വയവന്ദന പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് പുതുച്ചേരിയിലാണ്.